വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ആലപ്പുഴയിലെത്തിയപ്പോൾ ജാഥ ക്യാപ്റ്റനെ തിരിച്ചറിയാനായില്ല. കാസർഗോഡ് നിന്നും യാത്ര ആരംഭിച്ചപ്പോൾ സതീശന്റെ ചിത്രത്തിനായിരുന്നു പ്രാധാന്യം. എന്നാൽ ആലപ്പുഴയിലെത്തിയപ്പോൾ കെ.സി. വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെയും ചിത്രങ്ങൾക്കായി പ്രാധാന്യം. കാസർഗോഡ് നിന്ന് വി.ഡി. സതീശൻ ജാഥ നയിച്ചപ്പോൾ ഘടകകക്ഷികൾ അടക്കമുള്ള നേതാക്കളുടെ ചിത്രങ്ങൾ സ്റ്റാമ്പുകളുടെ സൈസിലായിരുന്നു. എന്നാൽ നേതാക്കളുടെ ജില്ലയായ ആലപ്പുഴയിലെത്തിയപ്പോൾ ക്യാപ്റ്റൻ കെ.സി. വേണുഗോപാലായി മാറി. കവാടങ്ങളിലും പ്രവർത്തകരുടെ കയ്യിലും എന്തിന് സ്റ്റേജിന് പിന്നിലെ സ്ക്രീനിൽ പോലും കെ.സി. വേണുഗോപാൽ മയമായി മാറി. ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ തകർത്ത 10 ജില്ലകളിൽ ലഭിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ അഭിമാനത്തോടുകൂടി പ്രത്യാശയുടെ തിളക്കമായി ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ മാത്രമല്ല, പിണറായി വിജയൻ ഗവൺമെന്റിനെ അധികാരത്തിലേറ്റുന്നതിന് വേണ്ടി സഹകരിച്ചവർ. ജാഥ ക്യാപ്റ്റൻ സതീശനെത്തിയപ്പോൾ പ്രവർത്തകർ തോളിലേറ്റിയാണ് സ്റ്റേജിലെത്തിച്ചത്. ഇത് ക്യാമ്പയിന്റെ ഭാഗമായിരുന്നു. എന്നാൽ കെ.സി. വേണുഗോപാൽ പിന്നാലെ എത്തിയപ്പോൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ തോളിലേറ്റി സ്റ്റേജിലെത്തിക്കാൻ ശ്രമിച്ചു. എന്നാൽ സ്നേഹപൂർവ്വം കെ.സി. അത് നിരസിച്ചു. ജില്ലയിൽ കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ജാഥയുടെ ആരവവും കൈയടക്കിയതോടെ തെല്ലും അമർഷത്തിലാണ് വി.ഡി. സതീശനും അനുയായികളും. യു.ഡി.എഫ് ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകും എന്നത് സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോഴേ ശക്തിപ്പെട്ടു തുടങ്ങി. തെക്കൻ ജില്ലകളിൽ സ്വാധീനം കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കുമാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ജാഥയുടെ ആവേശം ഇരുവരും ഏറ്റെടുക്കും. ജാഥയുടെ ഇടയിൽ മുങ്ങിപ്പോയതാകട്ടെ യു.ഡി.എഫിന്റെ പ്രധാന ഘടകമായ ലീഗ് നേതാക്കളുടെ ചിത്രങ്ങൾ. കുഞ്ഞാലിക്കുട്ടിയുടെയും തങ്ങളുടെയും ചിത്രങ്ങൾ പേരിന് മാത്രമായി ചുരുങ്ങി. കൈരളി ന്യൂസ്, ആലപ്പുഴ.